കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കുറച്ച് ചക്കയാണ് എടുത്തിട്ടുള്ളത്. നല്ല വരിക്കച്ചക്കയാണ്, നല്ല മധുരമുള്ള ചക്കയാണ്. നമ്മൾ ഈ ചക്ക കൊണ്ട് നമ്മൾ ഒരു ബോണ്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബോണ്ട എന്ന് പറയാം, നമുക്ക് ഉണ്ടംപൊരി എന്ന് പറയാം, ഗുണ്ടെന്ന് പറയാം, അങ്ങനെ പല പേരുകളുണ്ട് ഇതിന്. അപ്പം നമ്മൾ ബോണ്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബോണ്ട ഉണ്ടാക്കാനായിട്ട് നമുക്കിതൊന്ന് 2 കഷ്ണമായിട്ടൊന്ന് അരിഞ്ഞെടുത്തൊന്ന് വേവിക്കണം. പോവാം വീഡിയോയിലേക്ക്. ചക്ക അതായത് ഇങ്ങനെ 2 കഷ്ണമായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി ലേശം വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിക്കാൻ വയ്ക്കാം. നമ്മളതിലേക്ക് ബോണ്ടരിക്ക് കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ചക്കയ്ക്ക് നല്ല മധുരമുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 4 കഷ്ണം ശർക്കര എടുത്തിട്ട് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. ചക്ക ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വേണമെന്നൊന്നുമില്ല, ഒരു വിധം ഒന്ന് വെന്തിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാനുള്ളതാണ്. അടച്ചു കൊടുക്കാം, തീ കുറച്ചിട്ട് വേവിച്ചാൽ മതി. ചക്ക ഒന്ന് വെന്തിട്ടുണ്ട്. വെന്ത് നമ്മളെ വെള്ളം വറ്റി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. തണുത്തിട്ട് നമുക്ക് അരച്ചെടുത്താൽ മതി. ഏലക്കായ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഒരു 10 ഏലക്കായ നമ്മൾ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുക്കാം. നമ്മൾ കുറച്ച് ജീരകവും കൂടി എടുത്തിട്ടുണ്ട്. നല്ല ജീരകമാണ്. ജീരകം ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട. പക്ഷേ നമ്മൾ ഈ ചക്കയൊക്കെ ആകുമ്പോൾ ഗ്യാസുള്ളതാണ്. ജീരകം കൂടെ ചേർത്തുണ്ടാക്കുന്നതാണ് നല്ലത്. രണ്ടും കൂടി നമുക്ക് പൊടിച്ചെടുക്കാം. നമ്മൾ ചക്കയിലേക്ക് നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം. ചക്ക നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ചെറിയൊരു ചൂടുണ്ട്. നമ്മൾ നല്ല ജീരകവും ഏലക്കയും കൂടെ പൊടിച്ചതാണിത്. ചേർത്ത് കൊടുക്കാം. കുറച്ച് പഞ്ചസാര ഇട്ടിട്ടാണ് നമ്മൾ പൊടിച്ചെടുത്തേക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആട്ടയാണ് എടുത്തിട്ടുള്ളത്. ആട്ട നമ്മൾ ഒരു 1/2 കിലോ എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. കുറേശ്ശെ നോക്കി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലേശം ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 കപ്പ് പൊടി കൂടെ എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ചക്ക നമ്മൾ അരച്ചൊഴിച്ചത് തന്നെ ഉള്ളു. നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു രീതിയിലാണ് എടുത്തേക്കുന്നത്. നമുക്കിത് ഒരു 1/2 മണിക്കൂർ വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുത്താൽ മതി. നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമ്മളൊരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് വെച്ചിട്ട്. ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കിടക്കുകയാണ്. നമുക്കിനി ഇട്ട് കൊടുക്കാം. ഞാൻ കയ്യിലാണ് എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഉരുട്ടി കൊടുത്താൽ മതി. ചെറുതാക്കി ഉണ്ടാക്കിയാൽ മതിയെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്താൽ മതി. ഇട്ട് എടുക്കാം. തീ കുറച്ചിട്ടാൽ മതി കേട്ടോ. തീ നമ്മൾ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഉള്ളു വെന്ത് കിട്ടില്ല. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മളൊരു 3 എണ്ണമാണ് ഇട്ട് കൊടുത്തത്. വെന്തിട്ടുണ്ട്. ദേ കണ്ടോ, ഇതേ ഒരളവിൽ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ചക്കയൊക്കെ വേവിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പം വലിയ വേവിൻ്റെ ആവശ്യമില്ല. ഉള്ളൊന്നും വെന്തില്ല എന്നുള്ള വിഷമമൊന്നും വേണ്ട. നന്നായിട്ട് വെന്തതാണ് ചക്ക. ആ ചെറിയ ചൂടോടാണ് നമ്മൾ കുഴച്ചെടുത്തിരിക്കുന്നത്. നമുക്ക് ഇട്ട് കൊടുക്കാം കുറേശ്ശെ. അപ്പോൾ അതൊക്കെ അതിനെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പം നല്ലൊരു ഷേപ്പിൽ കിട്ടും. നമ്മുടെ 2ാമത്തെ ട്രിപ്പ് വെന്തിട്ടുണ്ട്. ഞാൻ ആദ്യം ഉണ്ടാക്കിയത് കുറച്ച് കഴിച്ച് നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല മധുരവും നല്ല മണവും. വളരെ ടേസ്റ്റിയായ നമ്മുടെ ചക്ക ബോണ്ട റെഡി ആയിട്ടുണ്ട്. ഉണ്ടോ, നമുക്കൊന്ന് മുറിച്ച് നോക്കാം. നല്ല ചൂടുണ്ട് കേട്ടോ. ചക്ക നമ്മൾ വേവിച്ച കാരണം കൊണ്ടേ കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ജീരകമൊക്കെ ചേർത്തുകൊണ്ട് വയറിനൊന്നും ഒരു അസുഖവുമില്ല. നല്ല ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ സാധാ ബോണ്ട കഴിക്കുന്നതിനെക്കാട്ടിയും വളരെ നല്ലതാണിത്. അപ്പം ഇങ്ങനത്തെ ബോണ്ട നമ്മൾ ഇപ്പോൾ ചക്കയൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ കിട്ടാനുണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് കാശ് കൊടുത്ത് മേടിക്കാനും കിട്ടും. അപ്പോൾ നമ്മൾ ഇതുപോലൊക്കെ ഉണ്ടാക്കി നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു
പലഹാരമാണിത്. എല്ലാവരും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ. നമ്മുടെ ചക്കപ്പഴത്തിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്യുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ടാറ്റാ, ബൈ ബൈ.